എത്ര കുടുംബമുണ്ട്? 5. അവരൊക്കെ എന്ത് ജോലിക്ക് പോയോ? ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാമോ അവരെ? വിറകിന് പോയി. ഒന്ന് വിളിക്കാമോ? ഉള്ള ആളുകളൊക്കെ ഒന്ന് വിളിക്കാമോ? വീടാ ഇതിനകത്തൊന്ന് കയറിക്കോട്ടെ. ഇതൊക്കെ ഒന്ന് എടുക്കാമോ? ഇതൊക്കെ ഒന്ന് കാണിക്കാമോ? എന്നിട്ട് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇതെന്താ ചെറുപയറോ? ഇതോ രാവിലെ കഴിച്ചോ? ചോറായിരുന്നോ? ഇതെന്താ ഉണക്കമീനാ? ഇതോ ഒന്ന് എടുത്തേ. വറുത്തതിന്റെ ബാക്കിയാണ് അല്ലേ? ഇതൊക്കെ എന്താ? എല്ലാ സാധനം ഇത് ഒന്ന് ചുമ്മാ കാണിക്കാൻ അറിയാനാ. ഇതിൽ വെള്ളമാണോ? സാറേ 15 പാക്കറ്റ് ഉപ്പ്. അതെങ്ങനെ വന്ന് ഇത്ര? മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കൊണ്ടൊന്നും അല്ല. അത് കൈകളാരും പിന്നെ പള്ളിക്കാർ കൊണ്ടുതരും. പിന്നെ ഈ അയ്യപ്പന്മാർ അമ്പലത്തിൽ പോകുന്നത്, അവരുമല പോകുന്നത്, അവർ കൊണ്ടുതരും. ഇതൊന്നും എടുക്കാമോ? അരിയാണ് ഒത്തിരിയുണ്ട്. ചാക്കി വെള്ളരിയുണ്ട്. അരിയുണ്ട്. ആരുടെ ബുക്കാ? പഠിക്കുന്ന ആരാ ഉള്ളത്? കുട്ടികളാരാ ഉള്ളത്? ആരാ? സിഞ്ചു മോള്, സിന്ധു മോൾ. നിങ്ങൾക്ക് മക്കളില്ലേ? പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8 വരെ. ഇത് ഞാൻ വരച്ച പടം കൊള്ളാമോ? അങ്ങനെ എഴുതി വെച്ചേക്കും. സാർ മനസ്സിലെ ലക്ഷ്യമാണ്. മനസ്സിലെ ലക്ഷ്യമാണ്. ഇപ്പൊ കുട്ടികളാരും ഇല്ലേ ഇവിടെ? പള്ളിക്കാർ അവരൊക്കെ വരുമ്പോഴത്തേക്ക് അവരുമല പോകുന്നവരും കാറുകാരൊക്കെ വരുമ്പോഴത്തേക്ക് അവരെല്ലാവർക്കും തന്നിട്ട് പോകും. ഗവൺമെന്റ് തരുന്നൊന്നുമില്ല. ഗവൺമെന്റ് തരുന്നത് അതുകൊണ്ട് ഈ ഏരിയ അത് മാത്രമേ ഉള്ളൂ. പയറുണ്ട്, പിന്നെ എണ്ണ. കടലയോ? കടലയും തരും. കടല തരും. ഈ ഇവിടെ സ്കൂളിൽ പോകാത്ത പിള്ളേരുണ്ട് സാർ. അവരൊക്കെ ചേർത്തേണ്ടതാ ഈ വർഷം. ചേർത്തിട്ടില്ല. എന്താണ് അവരെ ചേർത്തത്? ബാക്കിയുള്ള ആരൊക്കെയാ? വിളിച്ചില്ലേ? അവന് പേരെന്താ? അനിലോ? പഠിക്കുന്നുണ്ടോ? ഇവിടെ താമസിക്കുന്ന എത്രയല്ലേ? എത്ര വയസ്സായി? ഒരു പെൺകൊച്ചുണ്ടായിരുന്നു അന്ന്. ക്യാമറ അതെ. ഒന്ന് എഴുതാമോ ഇതില്? അച്ഛൻ്റെ പേരെന്താ? ഇത് പിടിച്ചു. ആ അച്ഛൻ്റെ പേരെന്താ? പൊന്നച്ഛൻ. എഴുതിക്കേ. എന്നാ പിടിച്ചു. അമ്മയുടെ പേരോ?
ഇംഗ്ലീഷിൽ എഴുതാമോ ഇത്? എല്ലാം എഴുതാം. ഏതാ സ്പെല്ലിങ് അറിയാം. പൊന്നച്ചെന്ന് എഴുതിക്ക ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ എഴുതാമോ? ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റില്ല. ഏതാ? എന്താണ് ഇതൊന്ന് കൂട്ടാമോ? ശരിയാണോ? ഒന്നുകൂടി നോക്കിക്കേ. എത്രയല്ല പഠിക്കുന്നത്? 8th-ലോ? പോകുന്നുണ്ടോ ക്ലാസ്സിൽ? ക്ലാസ്സിൽ പോകലുണ്ടോ? ഉണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏതാ? ഭക്ഷണം കഴിച്ചായിരുന്നോ രാവിലെ? എന്താ കഴിച്ചേ? ചോറും പയറ് കറി. കൊച്ചിനെ സ്കൂളിൽ ചേർത്തില്ല. ഞങ്ങളന്ന് വന്നിട്ടും ചേർത്തില്ലല്ലോ. ആരാ? പെൺകുട്ടിയാ? 7 വരെ എങ്ങനെ പോയതല്ലേ? ആരാ? പെൺകുട്ടിയാ? ആയിത്തവണ ചേർത്തില്ല. ആ, നിങ്ങളാണോ? ആ. ഇവിടെ എത്ര കുടുംബമുണ്ട്? ഓ, ഈ ഊരുണ്ട് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്ന അതും നിങ്ങളാണ് ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. നിങ്ങളൊന്ന് ബാക്കി പോയി നിൽക്കുന്നത്. ഇവരെയാണോ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? അവരില്ലേ അതില്? അവരില്ലാന്ന് രജനി ഇല്ലാന്ന് പറയുന്നത്? എത്രയുണ്ടോ? നേരത്തെ 75-ൽ കിട്ടിയതാണ്. രജനിക്ക് ഭൂമിയുണ്ടോ അവിടെ? എത്ര വീടുണ്ട്? എത്ര സ്ഥലമുണ്ട്? നേരത്തെ അത് വീടും വെച്ച് 5 ഭൂമി അവരുടെ കുടുംബ ഫാമിലിയായിട്ടുണ്ടായിരുന്നു. ശരി. അതന്നേരം അവര് 7 കൊടുത്തു. എന്താ രജനി എന്താ കുഴപ്പം? മറ്റു കുഴപ്പമൊന്നുമില്ല. അത് തങ്ങളിലുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. ഏതാ? തങ്ങളിൽ ഇവരുടെ ഫാമിലിയായിട്ട് ഭയങ്കര. ഞങ്ങളുടെ ഒരു സഹോദരിയെ കുറിച്ച് മോശം പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സാറിനോട്. നാട്ടുകാർ മുഴുവനും ആദിവാസി എന്ന രീതിയിൽ അല്ലെങ്കിൽ അവ കടി കൊടുത്ത് ചേർന്ന അതേ രീതിയിൽ. അതെ, അങ്ങനെ സാർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് ഭൂമി കിട്ടണം, ഇവർക്ക് വീട് കിട്ടണം, നല്ല ഭൂമി ഉണ്ടാകണം. നേരെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ രജനിയുടെ വിഷയം കേട്ടിട്ട് അതാണ് വിഷയമെന്ന് ഞാൻ ധരിച്ചു പോകാൻ പാടില്ലല്ലോ. എനിക്ക് വേണ്ടത് യഥാർത്ഥ വിഷയങ്ങൾ എന്താണെന്നുള്ളതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭൂമി അട്ടപ്പനുണ്ട്, അദ്ദേഹം അവിടെ പോയി താമസിക്കുക. പിന്നെ അവിടെ മറ്റു കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരി. ശരി. നിങ്ങൾ എന്ത് ജോലിക്കാ പോകുന്നത്? താഴെ അല്ല നമ്പർ മുറിക്കുന്നുണ്ട്. ഇയാളുടെ പേരെന്താ? രാജു. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട് നിങ്ങൾക്ക്? നിങ്ങളൊക്കെ ബന്ധുക്കൾ അടുത്തെടുക്കാതെ? ഇത് ഒരാളെ താമസിക്കുന്നതാണ്. ഓടിപ്പോയി ഓടി രക്ഷപ്പെടുന്നത്. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്ന അതെന്താ? എന്താ എത്ര ക്ലാസ് വരെ പഠിച്ചത്? ഇതെന്താ ഇവിടെ? എങ്ങനെ ഈ മഴ കൊണ്ട് ഇവിടെ എങ്ങനെ പറയുന്നു? ഭക്ഷണം കഴിച്ചോ? നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഇത് കിട്ടാത്തത്? എന്താണ് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? കിട്ടേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമുക്കിനി വേണ്ടി നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആഘോഷമില്ലായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ആഘോഷം കേട്ടോ അരി ആഹാരത്തിനുള്ള വഴി എല്ലാം കറക്റ്റ് നമുക്ക് ചെയ്യുന്നു. നമുക്കിനി കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ ഭൂമിയില്ല. ആ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ
ഈ ഭൂമി തന്ന് അതിൽ വീട് വച്ചാൽ എനിക്ക് ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം. ഭൂമി തന്നു കഴിഞ്ഞാൽ അവിടെ വീട് വച്ചാൽ നിങ്ങൾ താമസിക്കാൻ തയ്യാറാണോ? ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളെല്ലാവരും കാട്ടിലേക്ക് കയറി താമസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞ അതിപ്പോ ഞങ്ങളുടെ പണ്ടത്തെ കാലത്തിൽ വന്ന് അങ്ങനത്തെ ഒരു ഇതില്ല. സർക്കാർ ഇപ്പം മറ്റുള്ളവരെ ഞങ്ങളുടെ അച്ഛനെ അമ്മയെ മറ്റുള്ളവരെ നേരിട്ട് പോകാനോ എടുക്കാനോ സർക്കാർ ആ സമയത്ത് ആദിവാസികളെ നിയന്ത്രിക്കാനോ അവർ പോയിട്ടില്ല. ഈ കാലത്ത് വന്ന് ഞങ്ങളുടെയൊക്കെ എല്ലാം വന്ന് സർക്കാർ നിയന്ത്രിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല ജീവിക്കണം, ഞങ്ങൾ നാട്ടിൻപുറത്ത് പോകും, പണിക്ക് പോകില്ല. ഞങ്ങൾക്ക് ജീവിക്കുന്ന ഭയങ്കര ആഗ്രഹം. ഞങ്ങൾക്ക് ഈ ഭൂമി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഭൂമി എന്തായാലും നമുക്ക് തരാൻ പറ്റും, അതൊരു വീടും വെച്ച് തരാൻ പറ്റും. ഇതിലുള്ള വിഷയം ഭൂമി ആയി വീടുമായി കഴിയുമ്പോൾ ആളുകളെല്ലാവരും കൂടി പരാതി പറയും, നിങ്ങളെല്ലാവരും കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്, നിങ്ങളെ കോൺക്രീറ്റ് വെച്ച വീട്ടിൽ വെച്ച് താമസിപ്പിച്ചു എന്നൊക്കെ പരാതി പറയും. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വീട് വെക്കുന്നത്. കാട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല സാറേ. ഞങ്ങൾക്കൊരു സ്ഥലം തന്നെ ഞങ്ങൾക്കൊരു വീടും കിട്ടി സ്ഥലം ധരിച്ച് വീട് വേണമെന്ന് തന്നെയാണ് അത് തന്നെ ആഗ്രഹം. വേറെ ഒരു കാട്ടിൽ താമസിക്കാൻ ഇവിടെ ഈ നിങ്ങളെല്ലാവരും 5 കുടുംബം അങ്ങനെ തന്നെയാണോ? എല്ലാവരും അങ്ങനെ തന്നെ. ഇനി ആൾക്കാർ ഇങ്ങോട്ട് വരണം. ഇവിടെ സ്ഥലം അവർ പേപ്പറിൽ കണ്ട് ആൾക്കാർ പറഞ്ഞു, അവർ കണ്ടില്ല, നാട്ടുകാർ കണ്ട് പറഞ്ഞു സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇരിക്കും, അവനെന്ന് കിട്ടും. അത് പണ്ടുപോലെ നിങ്ങൾ തുടങ്ങിയതായത് പറച്ചിൽ മാത്രമല്ല, ഇന്നും വിശ്വാസമില്ല. പിന്നെ ഞങ്ങൾ ഭൂമി കിട്ടുമെന്ന് വിശ്വാസം നോക്കാം, ഒരു പരമാവധി നോക്കാം കേട്ടോ. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് കളക്ടറോട് വന്ന് പറഞ്ഞിട്ട് പോയി കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ തരാനുള്ള പരമാവധി ശ്രമം ഞാൻ നടത്താം. 2 വീലർ വരെയുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വനം വകുപ്പ് പലപ്പോഴും പറയുന്നത് നിങ്ങൾ ഭൂമി ഉപയോഗിക്കില്ല, നൊമാഡിക്കാം എന്നും പറഞ്ഞ് അവർക്ക് ഭൂമി കൊടുക്കാത്തൊരവസ്ഥ വനം വകുപ്പിനുണ്ട്. ഇവർക്ക് ഇപ്പം എന്താ പറയുക, 2 വീലർ വരെ ഇവർക്കുണ്ട്. എന്ന് വെച്ചാൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭൂമി കിട്ടുന്നില്ല. പിന്നെ ഇവർ ഭൂമി കളയത്തുമില്ല സാറേ. അത് തെറ്റായ ഒരു പ്രചരണം. സാർ, അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങൾ ഇവിടെ ഇവരുടെ മലപ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട കോളനിയാണ് ഇത്. ഇവരുടെയൊക്കെ ഞങ്ങളുടെ അപ്പന്മാരൊക്കെ ഇതുപോലെ കിടന്നവരാണ്. പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ച് സമൂഹത്തിൽ ഇടപെടാൻ കഴിഞ്ഞു. ഇവരും അത് സംഭവിച്ചു. അത് ഞങ്ങൾ ഈ കോളനി മലപ്പണ്ടാരമാണ്. അതെ, ഞാൻ മലമ്പണ്ടാരമാണ്. എൻ്റെ അച്ഛൻ ഈ കാട്ടിൽ ഇതേ രീതിയിൽ കിടന്ന ആളാണ്. എങ്ങനെ അത് രാഹുകാലം കൊടുത്തൊരു പരാതി, അത് അവരല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് രാഹുഗോപാലൻ വേറെ അദ്ദേഹത്തിന്റെ മകനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തു. പുള്ളി ഒരു കള്ളപ്പരാതി കൊടുത്തു. അത്ര ഉള്ള സംഭവം. അതായിക്കോട്ടെ, ശരി. സത്യങ്ങൾ മാറി. എനിക്ക് മധു നമ്മുടെ അന്നത്തെ മീറ്റിങ്ങിന്റെ തീരുമാനം എന്തായിരുന്നു? അന്ന് നമ്മുടെ ലാൻഡിന്റെ ഒരു മീറ്റിംഗ് നടത്തിയില്ല? അതിന് ഡേറ്റ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് ശാരദ ഇയാളെന്ന് വിളിക്കാം, ഹനീഷിനെ വിളിച്ചെന്ന്. അല്ലല്ല, അന്ന് നമ്മൾ എന്താ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാം. മീറ്റിംഗിൽ എന്താ തീരുമാനിച്ചത്? 15-ാം തീയതിക്കുള്ളിൽ കൊടുക്കാമെന്നുള്ള. ഏത് 15-ാം തീയതി? 15-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യാമെന്ന്? ഈ അപേക്ഷകൾ വാങ്ങിച്ച് അത് തരാവുന്നതായിരുന്നു. അപേക്ഷകൾ വാങ്ങിച്ച് ഒരു കൂട്ടം കൂടി അതിൻ്റെ അകത്തുള്ള ഇവരുടെ ഒരു മൂപ്പൻ്റെ കൺസെൻറ്റോട് കൂടി ആ സാധനം SDLC കൊടുക്കാമെന്നായിരുന്നു തീരുമാനം, അല്ലേ? അത് ചെയ്തോ? ഒരു 30 തന്നെ നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഇനി ഒരു 20 പേര് അവർ 10 പേര് അതൊന്നും ഉൾക്കാട്ടില്ലാതെ സാറേ ഞങ്ങൾ സഹായിക്കാം അവരെ കണ്ടെത്താൻ. അവർ ചിന്നക്കത്താണ് കിടക്കുന്നത്. ഇവരോട് സംസാരിച്ചായിരുന്നോ? എന്താ മധു അതിൽ തീരുമാനം ഉണ്ടാവാതെ? എന്താ തീരുമാനം ഉണ്ടായിരുന്നു? അല്ല, നോക്കൂ, ഞാൻ മധുവിനോട് പറഞ്ഞത് ഇതിൽ ഡേറ്റ് പറയുന്ന ഇതുവരെയുള്ള കാര്യത്തിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ. ഞാൻ മീറ്റിംഗ് വിളിച്ചു നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ തന്നതാണ്. അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മധു നോക്കൂ, അല്ല ഫോളോ അപ്പ് ചെയ്തതല്ലോ. 15-ാം തീയതിക്കുള്ളിൽ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാത്തത് എന്താണ്? 10 ആദിവാസി കുടുംബങ്ങളുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക്? എന്തേ കണ്ടുപിടിക്കാൻ പറ്റാത്ത? എന്തുകൊണ്ടാണ് പറ്റാത്തത്? നോക്കൂ മധു, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞാനതിൻ്റെ എത്രത്തോളം എക്സ്ട്രീം പോകാൻ പറ്റുമോ അത്രത്തോളം എക്സ്ട്രീം പോകും. എനിക്ക് ഒരു ഉദ്യോഗസ്ഥനെയും ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വള്ളി പുള്ളി വിടാതെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 15-ാം തീയതി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 15-ാം തീയതി ചെയ്യാന്നാണ് അർത്ഥം. മനസ്സിലായോ? 16-ാം തീയതി രാവിലെ എന്നെ വന്ന് കാണണം. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ 15 പേരുടെ കാര്യത്തിൽ ഒരു കൂട്ടം കൂടി, അല്ല 30 പേരുടെ കാര്യത്തിൽ ഒരു കൂട്ടം കൂടിയോ?
30 പേരുടെ കാര്യത്തിൽ ഒരു കൂട്ടം കൂടിയോ? വൈ എന്തുകൊണ്ട് കൂടിയില്ല? എന്താ മധു, എന്താണ് അത്? നിങ്ങൾ സ്വയം തീരുമാനിച്ചോ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കെതിരെ ആക്ഷൻ തുടങ്ങണോ അതോ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ എന്ന്? നിങ്ങൾക്ക് അതിന് ആവശ്യത്തിന് ഒരു കൂട്ടം കൂടാനുള്ള സമയം അടക്കം കണ്ടിട്ടല്ലേ ഞാനന്ന് 15-ാം തീയതി പറഞ്ഞത്? 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പറഞ്ഞത് അല്ലേ? എന്താണ് 30 കൂടി ഒന്നുകൂടി കൂടി എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴല്ല പറയേണ്ടത്. 15-ാം തീയതി സാറേ തരണമെന്ന് പറഞ്ഞാണ്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്ത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് 12-ാം തീയതി ചോദിക്കണം, അല്ലെങ്കിൽ 10-ാം തീയതി ചോദിക്കണം. അങ്ങനെയല്ലേ ഇതിലൊരു തീരുമാനം വരുന്നത്. പിന്നെ ഞാൻ സമയമില്ലാത്ത സമയമുണ്ടാക്കി ഇവിടെ വന്നിട്ട് ഇത് നോക്കി കഴിയുമ്പോഴാണോ പറയുന്നത്? ഹലോ, ആ പറയും. ഹലോ, ആ നമസ്കാരം. ഓക്കെ. ഏത് ഇതിൻ്റെയാണ്? നമ്മുടെ മേപ്രാൽ പള്ളിയുടെയോ? ജനറൽ ആയിട്ടുള്ളത്. ആ ആ ശരി ശരി. ആ ശരി ശരി. ആ ഓക്കെ. അതിന് മുൻപ് നമുക്ക് 1-ാം തീയതി CM-ന്റെ ഒരു മീറ്റിംഗ് കൂടി, ശബരിമലയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടൈം കൂടി ഒന്ന് കണ്ടേക്കണം. ഒന്ന് ചോദിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ശരി, ഞാൻ എത്തിക്കോളാം. ആയിക്കോട്ടെ, ടെൻറ്റേറ്റീവായിട്ട് അങ്ങനെ തീരുമാനിക്കും. ശരി, ഓക്കെ, താങ്ക് യു. 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഇൻഡസ്ട്രി മിനിസ്റ്ററുടെ അവിടെ തിരുവനന്തപുരത്ത് മീറ്റിംഗ്. അന്ന് തന്നെയല്ലേ ശബരിമല? അപ്പോൾ 2 മീറ്റിംഗ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. സൂസനോട് ചോദിച്ച ടൈമും ഡേറ്റും എടുക്കാം. അന്ന് 40 എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഫോളോ അപ്പ് ഇയാളുടെ ഭാഗത്താണോ? എന്താണ് ഈ ശനിയാഴ്ചയല്ലല്ലോ, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തന്നതല്ലേ? 40 എന്ന് കൊടുക്കേണ്ടതാണെന്ന് അറിയാമോ? ഇത് എന്ന് വന്ന ആക്ടാണ്. ഇയാൾ എന്തിനാണ് വച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു റിപ്പോർട്ട് തരൂ, ഞാൻ കാണിച്ചു തരാം ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നത്. 2007 മുതൽ 12 വർഷമായി ഇവർക്ക് കൊടുക്കേണ്ട റൈറ്റാണ്. ആദ്യം 1 ഏക്കർ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് 10 സെന്റ് വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? 10 ഏക്കർ വെച്ച് ഇവർക്ക് കൊടുക്കേണ്ടതല്ലേ? ഫോറസ്റ്റ് റൈറ്റ് പ്രകാരം പരമാവധി 10 ഏക്കർ വരെ അവകാശമുള്ളതാണ് അല്ലേ? അതിൽ ഏതാണോ അവകാശം എന്നുള്ളത് ഫോറസ്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതാണ്. 2007 മുതൽ ഇത്രയും കാലമായി 12 വർഷമായി എന്തുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നില്ല? ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാത്തത് ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാത്തതാണെന്ന് പറയുന്നത്. ഇതിൽ TDO വന്ന് ഓരോ ദിവസം വന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് എന്താണ് ജോലി? നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. എന്താണ് അവർ ഭക്ഷണം കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് ഭക്ഷണം ഇല്ലാത്തത്? സർ, ഇങ്ങനെ ഇത്രയും കുടുംബങ്ങളുണ്ട്, ഇവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, ഭക്ഷണം പ്രൊജക്റ്റിൽ വെക്കണമെന്ന് നിങ്ങളാണ് അപേക്ഷ എഴുതി കൊടുക്കേണ്ടത്. അതായത് ജില്ലാ ഓഫീസർ എല്ലാ ദിവസവും വന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ.
സാധാ രീതിയിലുള്ള നിർദ്ദേശമായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വേണ്ടത് ഇതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മുന്നോട്ടുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകണം. പറയുന്ന ഇൻസ്ട്രക്ഷൻ സെയിം ഡേ തീർത്തിട്ടുണ്ടാകണം. ഹലോ അനീഷ്, നമ്മുടെ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, 40 പേർക്ക് മഞ്ഞത്തോട് ലാഹ, അതിന്റെ മിനിറ്റ്സ് എന്തായിരുന്നു നമ്മൾ തീരുമാനിച്ചത്? എന്നാണ് മീറ്റിംഗ് കൂടിയത്? എനിക്ക് ആ മിനിറ്റ്സ് എനിക്ക് ഇതിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യാം. ശരി ശരി. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഈ 10 പേരെ കൂടി കണ്ടെത്തി അവരുടെ അപേക്ഷ സ്വീകരിച്ച് ഊരുകൂട്ടം കൂടി ഈ 40 പേർക്ക് ഭൂമി കൊടുക്കാനുള്ള ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം ഭൂമി കൊടുക്കാനുള്ള നടപടിക്രമം, എൻ്റെ ഇനീഷ്യൽ നടപടിക്രമം ഇവരെ കൊണ്ട് എടുപ്പിക്കണം. സാറ്റർഡേക്കുള്ളിൽ ഈ അപേക്ഷകൾ SDLC കൊടുക്കണം. ഓക്കെ, ചെയ്യാൻ പറ്റില്ലേ മാത്രം? അതെയോ ഇനി കുറച്ചുകൂടി സമയം വേണം? ശനിയാഴ്ചക്കുള്ളിൽ പറ്റുമോ? പറ്റുന്ന ഡേറ്റാണ് പറയുന്നത്. ശനിയാഴ്ചക്കുള്ളിൽ 10 പേരെ കൂടി കണ്ടുപിടിച്ച് ഒരു കൂട്ടം കൂടുമോ? പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. വേണമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമുള്ളൂ. ഈ 10 പേരെ ഇന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ചു തരാം. നിങ്ങൾക്ക് കാണണോ ഇന്ന് കണ്ടുപിടിക്കുന്നത്? ഇന്ന് വൈകുന്നേരം മുമ്പ് കണ്ടുപിടിച്ചത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കണ്ടുപിടിച്ച് ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നല്ലോ പറയുന്നത്. കാണിച്ചു തരണോ? ഇല്ലേ? നിങ്ങളുടെ 40 പേരിൽ ബാക്കി 10 പേര് എവിടെയാണ് ഇന്ന് വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? എന്തൊക്കെ പറയാനുണ്ടോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾ ഇവിടെ വന്നൊന്ന് നോക്കിയിട്ടുണ്ടാവും, ആ 30 പേരുള്ളൂ, ബാക്കി 10 പേരെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതല്ലേ സംഭവം? ആണോ ഇല്ലയോ? അതല്ലേ സംഭവം? സംഭവിച്ചത് സമ്മതിച്ചോളൂ, അതല്ലേ സംഭവം? അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തായിരുന്നോ? എന്താ എടുത്തത്? രണ്ടാമത്തെ പ്രാവശ്യം വന്നു 15,000 കിട്ടി. ഇനി ബാക്കിയുള്ളതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? ശരി. അപ്പോൾ വരുന്ന സാറ്റർഡേക്കുള്ളിൽ ആളുകൾ 40 പേരെയും കണ്ടുപിടിച്ച് അവരുടെ ഊരുകൂട്ടം കൂടുക. 1, അപേക്ഷ ഉണ്ടാകണം. അപേക്ഷ കൃത്യമായിട്ടുണ്ടാകണം. അപേക്ഷയുടെ കാര്യത്തിൽ 2 കാര്യങ്ങൾ ചെയ്യണം. 1, നിങ്ങളുടെ കൈവശം ഒരു കോപ്പി ഉണ്ടാവണം. TDO ഓഫീസിലൊരു കോപ്പി ഉണ്ടാവണം. സബ് കളക്ടറുടെ ഓഫീസിലൊരു കോപ്പി ഉണ്ടാകണം. റെസിപ്റ്റ് കൊടുക്കണം. ഓക്കെ. ഈ അപേക്ഷകൾ കാരണം 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അപേക്ഷ ഉണ്ടാവില്ല. ഈ അപേക്ഷ കാണാനുണ്ടാവില്ല. ഓക്കെ. ഇതിൻ്റെ ഒറിജിനൽ അപേക്ഷ എവിടെയാണ് വയ്ക്കുക? ഒറിജിനൽ അപേക്ഷ എവിടെയാണ് വെക്കേണ്ടത്? TDO ഓഫീസിൽ. അവസാനമാണ് സാർ. DLC കഴിഞ്ഞാണ് പിന്നെ അപേക്ഷ അല്ല, ഒറിജിനൽ അപേക്ഷ ഫൈനലി എവിടെയാണ്? ഒരപേക്ഷ അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദ്യം TDO ഓഫീസിലാണ്. അപ്പോൾ ഒറിജിനൽ അപേക്ഷ നിങ്ങളുടെ അടുത്ത് വയ്ക്കും. അതിൻ്റെ കോപ്പികൾ എടുത്തിട്ട് ഈ പറയുന്ന 3-4 ഓഫീസിൽ വയ്ക്കുക. അതൊരു ഫയലാക്കിയിട്ട് ഈ പറയുന്ന 4 ഓഫീസിലും ഈ 40 അപേക്ഷയുടെ സെപ്പറേറ്റ് ഫയലായിട്ട് വയ്ക്കുക. ഓക്കെ. വേറെ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലും സാധനം കാണാതെ പോകും. ഏതെങ്കിലും ഒരു ഓഫീസിലുണ്ടാകും. പറ്റുകയാണെങ്കിൽ ഇവരുടെ ആരാണ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആളുകൾ അവരുടെ കയ്യിൽ ഒരു കോപ്പി അവർക്ക് കൊടുക്കുക. നിർബന്ധമായിട്ടും റെസിപ്റ്റ് കൊടുക്കുക. ഓക്കെ. അത് ഈ പറയുന്ന അപേക്ഷകൾ നിർബന്ധമായിട്ടും ഡിജിറ്റൈസ് ചെയ്യുക. ഓക്കെ. 1. 2, അവിടെ ഊരുകൂട്ടം കൂടിയിട്ട് ഇതിൽ എവിടെയാണ് ഊരുകൂട്ടം കൂടുന്നത്? ചാലക്കയം. ഊരുകൂട്ടത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? പാർട്ടി അംഗങ്ങളും പിന്നെ പഞ്ചായത്ത് സെക്രട്ടറികളും. നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പാർട്ടിക്കാർക്ക്. ഊരുകൂട്ടം കൂടിയിട്ട് പിന്നെ ഊരുമൂപ്പൻ്റെ അതിലെ കുടുംബത്തിൽ മൂത്ത ആളുകളുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണ്ടേ? കോളനിയിൽ. അതിനകത്ത് ഒരു അതിപ്പോൾ ഈ മൂപ്പൻ വെച്ചാൽ മതിയല്ലോ. തെളിവായിട്ടാണ് എല്ലാവരെയും റെക്കമെൻഡ് ചെയ്ത് ഓരോ പേരും കൊടുത്താൽ മതിയല്ലോ. ഓരോ അപേക്ഷയും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഒരു കോപ്പി എടുത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ വേറെ എന്താ വേണ്ടത്? പിന്നെ മറ്റേതെങ്കിലും ഒരു തെളിവും കൊടുക്കും. റേഷൻ കാർഡ് ആയാൽ മതി, അതല്ലെങ്കിൽ മറ്റേ ആധാർ കാർഡ് ആയാൽ മതി. അതായത് ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, ഇപ്പോൾ 2005 ഡിസംബർ 13 വരെയാണ്. അതുവരെ അതിന് മുമ്പുള്ളതിനെ നമുക്ക് ക്ലെയിം
സാധാരണ ഇതിനുള്ള മുൻപുള്ള ക്ലെയിമല്ലേ ഇവർക്ക് ഇപ്പോൾ അല്ല അത് സാർ ഈ റേഷൻ കാർഡിൻ്റെ എല്ലാം കാര്യങ്ങൾ ഒരു തെളിവായിട്ട് റേഷൻ കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം വന്നതാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒബ്ജക്ഷൻ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങൾ വേറെ എന്തൊക്കെയാണ് എവിടെയും ചോദിക്കാവുന്നത്? ഇത് രണ്ടും പിന്നെ ഒരു ട്രൈബ് എന്നുള്ള ഇപ്പോൾ ട്രൈബ് രജിസ്ട്രേഷൻ ഓഫീസർ റേഷൻ കാർഡ് പുതുക്കി വെക്കുമ്പോൾ പുതുതല്ലേ ഉണ്ടാവുക. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡ് എന്ന് ഇഷ്യൂ ചെയ്തതാണ് 17 ഇഷ്യൂ ചെയ്തായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 18 ഇഷ്യൂ ചെയ്തായിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മുൻപ് ID കാർഡ് ഇല്ലായിരുന്നു എന്നല്ലല്ലോ. പുതുതായിട്ട് വരുന്ന അത് നമുക്ക് അപ്പം നോക്കാം. SDLC-യിൽ ഇത്രയും മറ്റേ SDLC-യിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? അതിന് മുന്നേ ഇത് വേണ്ടേ, സർവേ ചെയ്യൂ. അപ്പോൾ ഫസ്റ്റ് സാറ്റർഡേ ഈ സാധനങ്ങൾ ചെയ്ത മൺഡേയോട് കൂടി SDLC കൊടുക്കാൻ പറ്റും അല്ലേ? മൺഡേ മധു വന്ന് കാണാം. അതാ മറ്റൊരു കാര്യം, 60 വയസ്സിന് മുകളിലുള്ള ആദിവാസി ആള് വാമൊഴിയായിട്ട് രേഖപ്പെടുത്തിയാൽ അത് രേഖയായിട്ട് അംഗീകരിക്കാം. അതാണ് ഈ പറഞ്ഞത്. ഒപ്പിന് എത്ര വയസ്സായി? എനിക്ക് 70. നിങ്ങളുടെ വാമൊഴി നമുക്ക് സ്വീകരിക്കാം പോരെ? ശരി. പിന്നെ വേറെന്തോ ഒരു കാര്യം ചോദിക്കാൻ വന്നു. പെൻഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പെൻഷൻ ആയി എന്ന് പറഞ്ഞു, ഇതുവരെയും കിട്ടിയില്ല. പക്ഷേ എത്ര പേരുണ്ട് 60 വയസ്സിന് മേലെയുള്ള? നമുക്ക് അവിടെ 60 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും പെൻഷൻ വേണ്ടേ? വേണം. നമ്മുടെ ഈ വനത്തിൽ തന്നെ ഉള്ള ഏതാണ്ട് 55 പേരോട് അവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ അദാലത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ഒരു വിഷയം അതാണ്. നിങ്ങളാണ് അദാലത്ത് കമ്പൈൽ ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടത് ഈ കോളനികളിലുള്ള വാർദ്ധക്യ പെൻഷൻ അർഹരായിട്ടുള്ള കിട്ടാത്തതും കിട്ടുന്നതുമായകളുടെ ലിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണ്? എഴുതിയെടുക്കാതെ എങ്ങനെയാണ്? എല്ലാം എഴുതുന്നുണ്ട്. ഓക്കെ. വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്ന അർഹരായിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ്, അതിൽ കിട്ടുന്നവരുടെ ലിസ്റ്റ് 1. വിഡോ പെൻഷൻ കിട്ടേണ്ട ആളുകളുടെ സെപ്പറേറ്റ് ലിസ്റ്റ്. 75 വയസ്സിൻ്റെ മേളിൽ സൂപ്പർ സീനിയേഴ്സിന് കിട്ടേണ്ട സെപ്പറേറ്റ് ലിസ്റ്റ്. 75 വയസ്സ് മേലെയുള്ളവർക്ക് 1500 രൂപ കിട്ടണം. ഓക്കെ. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ടതിൻ്റെ വേറെ ലിസ്റ്റ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് അദാലത്ത് വരെ ഒരു ദിവസം പോലും ഉറക്കം ഉണ്ടാവില്ല, അത്രയും വർക്കുണ്ട് ഇവിടെ. ഈ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കണം. ഈ പറയുന്ന എല്ലാ ആളുകളുടെയും ലിസ്റ്റ് കമ്പൈൽ ചെയ്ത് ഒരെണ്ണം എൻ്റെ ഓഫീസിലെ CAക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ കൺസേൺഡ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണം. അദാലത്തിന് മുന്നേ ഇത്രയും പേരുടെ ഇത് തീരുമാനമാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ. ഒരെണ്ണം. 2, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കംപ്ലീറ്റ് ആളുകളുടെ ലിസ്റ്റ്. അത് ഈ ആളുകളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് പഞ്ചായത്ത് കൊടുക്കണം. ആ ലിസ്റ്റ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇത് കളക്ട് ചെയ്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പഞ്ചായത്തിൻ്റെ ജോലിയാണ് ഇത് കൊടുക്കുക എന്നുള്ളത്. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം. നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ് ദി ഏർലിയസ്റ്റ് ഈ സാധനം കളക്ട് ചെയ്ത് അവിടെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പെൻഷൻ്റെ കാര്യം പറഞ്ഞു, വാർദ്ധക്യ പെൻഷൻ, വിഡോ പെൻഷൻ, ഡിസേബിൾഡിൻ്റെ കാര്യം പറഞ്ഞു. അതൊന്ന്. രണ്ടാമത്തത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 2ആയി. BPL കാർഡ്. ഓക്കെ. RSBY കാർഡ്, ഹെൽത്ത് കാർഡ് എത്ര പേർക്കുണ്ട്? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. ഹെൽത്ത് കാർഡ് കൊടുക്കണം. പെൻഷൻ അല്ലാതെ ആധാർ കാർഡ് എത്ര പേർക്കുണ്ട്? 100% പേർക്കും കുട്ടി ഇപ്പോൾ ഉണ്ടായ കുട്ടിക്കടക്കം ആധാർ കാർഡ് വേണം. ഓക്കെ. പിന്നെ ഞാൻ പറയുന്നത് അതിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് ഉള്ളവരില്ലാത്തവരുടെ ലിസ്റ്റ് നിങ്ങൾ കമ്പൈൽ ചെയ്ത് കൊടുക്കണം. അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുത്ത് ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തേ പറ്റും. ഓക്കെ. പിന്നെയുള്ളത് എൻ്റെ കൂടെ വേറെ എന്താ വോട്ടേഴ്സ് ID. ഇവർക്കൊക്കെ വോട്ടുള്ളതാണ്. ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. വോട്ടേഴ്സ് ID കാർഡ് ഉണ്ടോ? വോട്ടേഴ്സ് ID ഇല്ല. വോട്ടേഴ്സ് ID ഉണ്ടോ? നിങ്ങൾക്ക് വെള്ള കാർഡാണോ കിട്ടിയിരിക്കുന്നത്? ഇതെന്തുകൊണ്ട് നിങ്ങൾ പരിഹരിക്കാത്ത? ഇതാ ലിസ്റ്റ് കൊടുത്ത ലിസ്റ്റിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇവരോടൊന്നും പറയുന്നില്ലേ? മധുവിനോടൊന്നും പറഞ്ഞ ഇതെന്താ മധു? ഇത് ഇവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണോ ഇവരൊക്കെ? അതിപ്പോൾ ഇത് സർവേ ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്ത് തരാൻ പറഞ്ഞു, കാറ്റഗറൈസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് റേഷൻ കാർഡ്. എന്ത് കാറ്റഗറൈസ് ചെയ്യാൻ? അതിൻ്റെ കാർഡ് ഉണ്ടല്ലോ സാർ, APL കാർഡുള്ള ആളുകളുടെ ലിസ്റ്റ് തരാം. അതും APL BPL അങ്ങനെ പലതരത്തിലുള്ള കാർഡാണ് കൊടുത്തേക്കുന്നത്. അതാരൊക്കെയാണ്? അത് കളക്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഡയറക്ടർ ഒരു ചോദിച്ചിട്ടുണ്ട്. ഇത് എത്ര കാലമായെന്നറിയാം കൊടുത്തിട്ട്? ഇതെന്ന് കിട്ടിയതാ? 3/7/2018.
കൃത്യം 1 വർഷവും 1 മാസമായി ഈ കാർഡ് കിട്ടിയിട്ട്. ഈ കാർഡ് കിട്ടിയിട്ട് 1 വർഷവും 1 മാസം. എന്തുകൊണ്ടാണ് ഇത്? ലിസ്റ്റ് കൊടുത്താ സാർ അവിടെ എന്ന് കൊടുത്തു? എല്ലാ ആഴ്ചയിലും എന്നിട്ട് എന്താ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാത്ത? നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം കാണുന്നതാണ്? ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. അവർ കൊടുത്താൽ അതെന്നോട് പറയുന്നത്. നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് ടി ഡിയോട് പറഞ്ഞിരുന്നോ? എന്താണ് പറയാത്തത്? എല്ലാ ആഴ്ചയും പോകും, എല്ലാ ആഴ്ചയും തരാന്ന് പറയും, തിരിച്ചു വരും, പിന്നെയും പോകും, പിന്നെ അങ്ങനെ തന്നെ പറയും. ആദ്യം പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് റെസിപ്റ്റ് തരുവാണെങ്കിൽ ഞങ്ങളത് പൈസ അടയ്ക്കാം. റെസിപ്റ്റ് തരാൻ പറ്റത്തില്ല. ആദ്യം പുതിയതായിട്ട് കാർഡ് അപേക്ഷ ചെയ്തവർക്കെല്ലാം വെള്ള കാർഡായിട്ട് കൊടുക്കുന്നത് ആദ്യം രണ്ടാമത്തെ കാർഡാണ്. ഇത് ശനിയാഴ്ചക്കുള്ളിൽ മാറി കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ മാറി തരാനായിട്ട് നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ BPL കാർഡ് ഇല്ലാത്ത എല്ലാവരുടെയും ലിസ്റ്റ് എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. അദാലത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ വർക്കും ചെയ്തിട്ട് എത്ര ദിവസത്തിനുള്ളിൽ അദാലത്ത് വയ്ക്കാം? 1 മാസത്തിനുള്ളിൽ എനിക്ക് ഈ പറയുന്ന എല്ലാ ലിസ്റ്റും സെപ്പറേറ്റഡ് ലിസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ കളക്ട് ചെയ്യണം. എന്നിട്ട് വേണം അവിടെ ഓഫീസിൽ കൊടുത്ത് 2 ആഴ്ചക്കുള്ളിൽ ഈ കാർഡുകളെല്ലാം ഇഷ്യൂ ചെയ്തേ പറ്റൂ. മനസ്സിലായോ? 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വയ്ക്കാം. പക്ഷെ അന്ന് വയ്ക്കുമ്പോൾ BPL ഉള്ള എല്ലാവർക്കും BPL കാർഡ് കിട്ടിയിട്ടുണ്ടാവണം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, പെൻഷൻ, അതുപോലെ ഹെൽത്ത് കാർഡ്, വോട്ടേഴ്സ് ID, ഈ പറഞ്ഞ എല്ലാ സാധനവും കിട്ടണം. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. ശരി. അതുപോലെ നമ്മുടെ ഇതിൻ്റെ കാര്യം ഏത് FRC. അതുപോലെ എനിക്ക് ഇവർക്ക് നമുക്ക് വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കാനുള്ള സ്കീം വെച്ചാൽ എന്താ കുഴപ്പം? കമ്മ്യൂണിറ്റി കിച്ചൺ ഇങ്ങനെ വെക്കണം സാർ. എല്ലാവരും ആഹാരം കൊടുത്താലും ഈ സമയത്തിന് കഴിയും. ശരി, കമ്മ്യൂണിറ്റി കിച്ചൺ വെച്ചോ, അതിനെന്താ കുഴപ്പം? ആര് വെക്കുമോ? അത് ഭക്ഷണം ആര് വെക്കും? കുടുംബശ്രീ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അവർ തയ്യാറായിക്കൊണ്ട് വരണം. കുടുംബശ്രീ ഉണ്ടോ ഇവിടെ യൂണിറ്റ്? ഇവർക്കൊന്നും ഇല്ലേ കുടുംബശ്രീ? ഇവർക്ക് കുടുംബശ്രീ എന്താ അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രദേശത്ത് പിന്നെ ഒരുപോലെ താമസിക്കത്തില്ല. 10 ദിവസം ഇവിടെ താമസിച്ചാൽ പിന്നെ 15 എത്ര കാലമായി താമസിക്കുന്നു ഇപ്പം? ഇവരിവിടെ ഇപ്പോൾ ഇവർ വന്നിട്ട് നിങ്ങൾ എത്ര നാളായി ഇവിടെ? ഇവിടെ വന്ന് ഞങ്ങൾ 1 കൊല്ലം കൂടെ താഴെയായിരുന്നു. താഴെന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യം അവിടെ കിടക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ വെള്ളമുള്ള സ്ഥലത്തോട്ടങ്ങ് മാറും. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ട് ഇവിടെ വെള്ളം പറ്റിപ്പോയി. പിന്നെ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇപ്പം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ 3 മാസം. 3 മാസം. കമ്മ്യൂണിറ്റി കിച്ചൺ വരുമ്പോൾ അതിൻ്റെ ഒരു ഏരിയ നോക്കണം. ഫാമിലീസിൻ്റെ എണ്ണം ഫാമിലീസിൻ്റെ എണ്ണം കൂടുതലായി. സാറേ കമ്മ്യൂണിറ്റി കിച്ചൺ വെക്കുന്നതാണ്, ഞങ്ങളോട് ഇടപെടാം. കമ്മ്യൂണിറ്റി കിച്ചൺ വെക്കുന്നതാണോ എനിക്ക് ഇവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി കിച്ചൺ വെച്ച് ആരുണ്ടാക്കി കൊടുക്കും? ഞങ്ങൾ ഇടപെടാം. അത് ഞങ്ങളുടെ ഒരു നേരത്തെ ഡിമാൻഡ് തന്നെയാണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എന്താണ്? ഇവിടെ എത്ര കുട്ടികളുണ്ട് മൊത്തം സ്കൂളിൽ പഠിക്കുന്നത്? ഈ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ തന്നെ പഠിക്കുന്ന 2 പേര് ഇവിടെ രാജ്യത്തെ മാത്രം. പിന്നെ മൊത്തം ഒരു 12 കുട്ടികളോളം ഇവിടെ ഈ 3-4 എല്ലാവരും പോകുന്നുണ്ടോ ക്ലാസ്സിലൊക്കെ? ആണോ? സ്കൂളിൽ പോകുന്നത് പറയുന്നത്? സാറേ എല്ലാവരും ഒന്നും പോവുകയല്ല. എല്ലാവരും ഒന്നും പോകാത്ത നമ്മൾ ഞാൻ ആഴ്ച 3 ദിവസം ഇവിടെ മുറിയിൽ ചെല്ലുന്ന ആളാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ കുട്ടികളെല്ലാം അത് നമുക്ക് ഒരുപക്ഷെ സ്കൂളുകാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവരെ നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മുടെ ഇവരുടെ സാഹചര്യവും അതാണ്. അപ്പോൾ അതാരെ കുറ്റപ്പെടുന്നത് നമുക്ക് അറിയത്തില്ല. കുട്ടികളെല്ലാം ഈ കുവരക്കകത്തുണ്ട് പലപ്പോഴും. കുട്ടികളൊന്നും സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പോകുന്നില്ല. നമ്മൾ എപ്പോൾ വന്നാലും ഈ കുട്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ നാളെ ചേർക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമത്തിനായിട്ട് ഈ ക്രിസ്മസ് സ്കൂളിൽ നിന്ന് TC കൊടുക്കുന്നില്ല. ഇവിടെ അടുത്താണെങ്കിൽ മൂഴിയാറിലുള്ള കുട്ടികൾക്കാണെങ്കിൽ പോകുന്ന വഴിക്കാണ് നമുക്കൊന്ന് അവിടെ ഇറങ്ങാം. എനിക്കറിയാം സ്കൂൾ പോകുന്ന വഴി അവിടെ ഒന്ന് ഇറങ്ങാം. ക്രിസ്മസ് പോകുമ്പോഴേ ഇവരുടെ സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ പല പ്രദേശത്ത് മാറി മാറി താമസിക്കും. പക്ഷെ അവർ ഒരു ദൂരം കഴിഞ്ഞാൽ അവരുടെ വണ്ടി വിടത്തില്ല ക്രിസ്മസുകാരുടെ. അങ്ങനെ 4-5 കുട്ടികൾ ഇവിടെ ക്രിസ്മസ് സ്കൂളിൽ പോകാതെ പെട്ടുപോയി. കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ വണ്ടി കൊണ്ട് ഇവിടെ പക്ഷെ അവർ ദൂരത്തിനപ്പുറം പോയിരുന്നെന്ന് പറഞ്ഞാൽ അവർ ഫ്ലാപ്പിൽ വരെ അവർ പറയുന്ന വിഷയം പക്ഷെ ആരുടെ ആയാലും ചെയ്യുന്നത് ഇവരാണ്.
പത്രസാരഥി ഫണ്ടാ ഉപയോഗിക്കുന്നത്. വണ്ടി ഗവൺമെന്റിന്റെ അതിന്റെ ഫ്യൂല് വേറെ ഗവൺമെന്റിന്റെ ഓടില്ല എന്നിങ്ങനെ പറയുന്നത്. അല്ല അത് നമുക്ക് അവിടെ സ്കൂളിൽ പോയി നോക്കാം. സ്കൂളിന് ഒരു പഴയ ചരിത്രമുണ്ട്. ഈ കുട്ടികൾ വാടക എടുക്കുന്ന പറഞ്ഞ് മാറ്റിയിട്ട് സ്കൂളും കൂടിയാണ് ഒരു 3 വർഷത്തിന് മുമ്പ്. കാര്യം ഇപ്പൊ എന്നാന്ന് വെച്ചാൽ അട്ടത്തോട് സ്കൂളിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ വർഷം അവര് വർഷം വെച്ചത് അട്ടത്തോട്ടിലാണ് ക്രിസ്മസ് സ്കൂളുകാർ അട്ടത്തോടിലെ കുട്ടികളെ പിടിക്കുന്നതിന് വേണ്ടി. ആ 1 മുതലുള്ള അതിൽ 1 മുതൽ 7 വരെ അട്ടത്തോട്ടിലാണ്.